മൺചട്ടിയിൽ കുക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ. പക്ഷെ പുതിയ ചട്ടി വാങ്ങി 2-3 വട്ടം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ശരിയാകാത്തത് കൊണ്ട് മാറ്റി വെക്കാറുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ടോ? എങ്കിൽ ഇനി ആ പേടിയേ വേണ്ട. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ മൺപാത്രം നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രം പോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ മയക്കിയെടുക്കാന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അതുപോലെ പുതിയ മൺചട്ടികൾ എങ്ങനെ വർഷങ്ങളോളം പൊട്ടാതെ സൂക്ഷിക്കാന്നുള്ള ചില ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം സമയം ഒട്ടും കളയണ്ട, നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് മയക്കിയെടുക്കേണ്ട ചട്ടിയെല്ലാം നല്ലൊരു വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലോട്ട് മുക്കി വെക്കാം. ആ ബബിൾസ് പൊങ്ങി വരുന്നതുണ്ടോ? ഇത് മൺപാത്രം വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ടാട്ടോ. ഇതുപോലെ എല്ലാ മൺപാത്രങ്ങളും നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. കൂട്ടത്തിൽ 2 കൂജയും കൂടെ മുക്കി വെക്കുന്നുണ്ടേ. അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് മൺപാത്രം വെള്ളത്തിൽ മുക്കി വെക്കണം. പിറ്റേ ദിവസം കൂജ അതിൽ നിന്നെടുത്ത് വെള്ളം നിറച്ച് മാറ്റി വെക്കണം. വെള്ളം പാത്രത്തിന്റെ വക്കിലെത്തുന്നവരെയും നിറച്ചു വെക്കണം കേട്ടോ. ഇനി വെള്ളത്തിൽ നിന്ന് ഓരോ ചട്ടി എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഈ സാധനം എന്താന്ന് മനസ്സിലായോ? ഇത് കുളിക്കാനും നമ്മൾ ഉപയോഗിക്കും. മൺചട്ടി കഴുകുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെറും വെള്ളത്തിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം എല്ലാ ചട്ടികളും. ഇത് അരി കഴുകിയ വെള്ളം കേട്ടോ. ആദ്യം ഒരു ബക്കറ്റിലോട്ട് അരി കഴുകിയ വെള്ളം ഒഴിച്ച് കൂട്ടത്തില് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കണം. ഇനി ഈ വെള്ളത്തിലോട്ട് നമ്മുടെ ചട്ടിയിൽ മുങ്ങുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം. ഇവിടെ കഞ്ഞിവെള്ളം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നേ. അങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഒരു 3 ദിവസത്തോളം നമ്മുടെ ചട്ടികളെല്ലാം ഇതുപോലെ മുങ്ങിക്കിടക്കണം. അങ്ങനെ 3 ദിവസം നല്ലപോലെ കഞ്ഞിവെള്ളത്തിൽ മുങ്ങിക്കിടന്നേ. ഇനി നമുക്ക് ഓരോ ചട്ടികളായിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചട്ടി കഴുകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പുപൊടിയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് ചാരം ഉപയോഗിക്കുന്നതാണേ. പക്ഷെ അത് നമ്മുടെ എല്ലാ വീട്ടിലും കിട്ടാത്തത് കൊണ്ട് ചാരത്തിന് പകരം ഉപ്പുപൊടിയോ ഗോതമ്പ് പൊടിയോ കടലമാവോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മൺചട്ടികൾ നല്ലപോലെ കഴുകിയെടുക്കാം. മൺചട്ടികളെ ഒരിക്കലും പാത്രം കഴുകുന്ന സോപ്പ് കൊണ്ടോ ലിക്വിഡ് കൊണ്ടോ നമ്മൾ കഴുകാൻ പാടില്ല കേട്ടോ. മൺചട്ടികളിൽ ഒരുപാട് ചെറിയ ഹോളുണ്ട്. അപ്പം നമ്മൾ സോപ്പ് കൊണ്ട് കഴുകുമ്പം ഈ സോപ്പൊക്കെ ഹോളിൽ കയറിയിരുന്ന് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ സോപ്പിൻ്റെ ടേസ്റ്റും കൂടെ ഫുഡിലൂടെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൺചട്ടി കഴുകുമ്പോൾ സോപ്പ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇങ്ങനെ എല്ലാ ചട്ടികളും ഉപ്പ് കൊണ്ട് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ചട്ടിയെല്ലാം നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ചട്ടിയിലും നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ബ്രഷ് വെച്ചും കൈവച്ചും ഒക്കെ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കൈവച്ചാണ് തേക്കുന്നത്. ചട്ടിയുടെ അകത്തും അതിന്റെ പുറത്തും ചുറ്റിനും അതിന്റെ പിടിയിലും എല്ലാം നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. ഈ കുഞ്ഞിപ്പിള്ളേരൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന പോലെ നമ്മുടെ എല്ലാ ചട്ടികളും നല്ലപോലെ എണ്ണ തേച്ചങ്ങ് കുളിപ്പിച്ചെടുക്കണം. എണ്ണ തേക്കാൻ ഒട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ചട്ടികളും അകവും പുറവും എല്ലാം നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ടേ. ഇനി മൺചട്ടിയെല്ലാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് പിടിച്ചെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ദാണ്ടേ നമ്മുടെ പാത്രം എല്ലാം വെളിച്ചെണ്ണ നല്ലപോലെ പിടിച്ചെടുത്തിട്ടുണ്ടേ. ഒരു പാടുപോലും ഇല്ല കണ്ടോ. നമ്മുടെ മൺചട്ടിയുടെ ഒക്കെ തിളക്കം കണ്ടോ. അടുത്തതാണ് മൺചട്ടി മയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നമ്മുടെ മൺചട്ടിയിൽ നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ച് 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അടുപ്പത്ത് ചട്ടി വെക്കാൻ. ഇനി ഒരു സൂത്രം കൂടി പറഞ്ഞുതരാം. എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഐഡിയ ആണേ. കഞ്ഞിവെള്ളം തിളച്ച് പുറത്തോട്ട് തൂകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയുടെ മുകളിലായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു തവി വെച്ച് കൊടുത്താൽ കഞ്ഞിവെള്ളം തിളച്ച് പുറത്തോട്ട് തൂകി പോകത്തില്ല കേട്ടോ. കഞ്ഞിവെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ടേ. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് ആ ചട്ടിയുടെ വക്കിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കഞ്ഞിവെള്ളം വറ്റിച്ചെടുക്കാൻ. കഞ്ഞിവെള്ളം ഈ രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ മൺചട്ടികൾക്കൊക്കെ നല്ല ബലവും നല്ല ഈടും മൺചുവയും ഇല്ലാതെ കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, കഞ്ഞിവെള്ളം പുറത്തു പോകാതെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ടോ. കഞ്ഞിവെള്ളം മുഴുവനെ വറ്റിച്ചെടുക്കുന്നതാണ് ശരിയായ രീതി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസിന്റെ വിലയും ഗ്യാസ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടും കൊണ്ട് അത് മുഴുവനും വറ്റിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ചെങ്കിലും ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചട്ടിയെല്ലാം ഒന്ന് ആറി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കൂജയെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. കൂജ കഴുകിയെടുക്കാൻ കഞ്ഞിവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ ഒരു സ്ക്രബ് വെച്ച് വെറും വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ കൂജയും സ്പോഞ്ച് വെച്ച് അകവും പുറം ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയേ. സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ.
നമ്മുടെ ചട്ടി ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചട്ടിയിലോട്ട് ഉപ്പുപൊടി വിതറി അകവും പുറം എല്ലാം നല്ലപോലെ ഉരച്ച് കഴുകി കഞ്ഞിവെള്ളത്തിന്റെ പാടൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പൊ തന്നെ ചട്ടിക്ക് നല്ലൊരു മയം ഉണ്ട് കേട്ടോ കയ്യിലെടുക്കുമ്പോൾ. ഇങ്ങനെ ഓരോ ചട്ടിയായിട്ട് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. ഇതെല്ലാം സോപ്പ് ഉപയോഗിക്കാതെ പകരം ഉപ്പുപൊടിയോ ഗോതമ്പ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ ചാരോ ഒക്കെ യൂസ് ചെയ്ത് വേണം കഴുകിയെടുക്കാൻ കേട്ടോ. ഇങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ട് തിളപ്പിച്ച് കഴുകിയെടുത്ത ചട്ടിയുടെ എല്ലാം വെള്ളമയം മാറിയതിന് ശേഷം നമുക്കിനി ഒന്നുകൂടി എണ്ണ തേച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കാം. നമ്മൾ നേരത്തെ എണ്ണ തേച്ച് കൊടുത്ത പോലെ തന്നെ അകവും പുറവും സൈഡും എല്ലാം നല്ലപോലെ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ചട്ടിയെല്ലാം എണ്ണയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാചകത്തിലോട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാം. പുത്തൻ ചട്ടിയിലോട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഈ മുട്ട നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ, ഇത് കളയുവേ. ഒന്നെങ്കിൽ മുട്ട ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം, അല്ലെങ്കിൽ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏത് രീതി വേണേലും നമുക്ക് പുതിയ ചട്ടിയിൽ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ പുത്തൻ ചട്ടിയിൽ മീൻ വറുത്ത് തന്നെ അങ്ങ് തുടങ്ങാം. രണ്ടായാലും നമുക്കൊന്ന് വറുത്ത് നോക്കാം, എങ്ങനെയാ ഇളകി വരുമോ എന്നൊക്കെ നോക്കണ്ടേ. കുറച്ച് മീൻ മുട്ടയും കൂടി ഇതിന്റെ കൂടെ കിട്ടിയായിരുന്നേ, അപ്പൊ അതും കൂടെ ഒന്ന് വറുത്തങ്ങെടുക്കാം. അതാണ്ടേ നമ്മുടെ മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചട്ടിയിൽ ഒട്ടാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടേ. നമ്മുടെ ചട്ടി അസലായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മീൻ വറുത്തത് സെറ്റായി. ഇനി നമുക്ക് ഇഷ്ടമുള്ള കറികൾ ധൈര്യമായിട്ട് നമ്മുടെ ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മൺചട്ടികൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത മൺചട്ടികൾ നല്ലപോലെ കഴുകി വെള്ളം പോയതിനു ശേഷം നല്ലപോലെ എണ്ണ തൂത്ത് വെച്ചിട്ട് വേണം സൂക്ഷിച്ചു വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പല് പിടിക്കാൻ ചാൻസ് ഉണ്ടേ. ചട്ടിയുടെ അകവും പുറവും എല്ലാം നല്ലപോലെ എണ്ണ തൂത്ത് വെച്ചിട്ട് വേണം സൂക്ഷിച്ചു വെക്കാൻ. മൺചട്ടികൾ എപ്പോഴും കമിഴ്ത്തി വെച്ചിട്ട് വേണം സൂക്ഷിക്കാൻ കേട്ടോ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മൺചട്ടികൾ ഒരിക്കലും വെക്കാൻ പാടില്ല കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് പാത്രം നേരെ കൗണ്ടർ ടോപ്പിലോട്ട് വെക്കാൻ പാടില്ല, പകരം ഇതുപോലത്തെ തിരികയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. മൺചട്ടികൾ കഴുകാൻ ഇതുപോലത്തെ സ്ക്രബ്ബറോ ഇതുപോലത്തെ സ്പോഞ്ചോ അല്ലെങ്കിൽ ചകിരിയെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലത്തെ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. ഇതുപോലത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ മൺചട്ടിയിൽ ക്രാക്ക് വീഴാനും അതുവഴി പെട്ടെന്ന് നമ്മുടെ മൺചട്ടി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടിയിൽ ഇതുപോലത്തെ തടിയുടെ തവിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചിരട്ടയുടെ തവിയോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലത്തെ സ്റ്റീൽ തവി ഉപയോഗിക്കാനേ പാടില്ല. അപ്പൊ ശരിയായ രീതിയിൽ മൺചട്ടി മയക്കിയെടുത്താൽ വർഷങ്ങളോളം പൊട്ടാത്ത നല്ല ബലമുള്ള മൺചുവയൊന്നും ഇല്ലാത്ത നല്ല മൺചട്ടി നമുക്ക് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റിലൂടെ അതിനെ അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.